JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. 2025 PSC പരീക്ഷയുടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോട് തന്നെ ക്ലാസ്സിൽ കാണുക. എല്ലാ ചോദ്യങ്ങളും ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? 4 ഓപ്ഷൻസ് താഴെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര്? ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ അല്ലേ? ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. 4 സ്റ്റേറ്റ്മെന്റുകൾ, 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ അത് കാലഗണന ക്രമത്തിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷൻ്റെ അകത്ത് നിന്ന് കറക്റ്റ് രീതിയിൽ, അതായത് കൃത്യമായ രീതിയിൽ അത് ഓരോ കാലക്രമത്തിനനുസരിച്ച് കാലഗണന ക്രമത്തിൽ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 എണ്ണം ഉണ്ട്. 1 കുളച്ചൽ യുദ്ധം, 2 ആറ്റിങ്ങൽ കലാപം, 3 ശ്രീരംഗപട്ടണം സന്ധി, 4 കുണ്ട്ര വിളംബരം. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ABCD, അതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ട് കറക്റ്റായിട്ട് വരുന്നത് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. അപ്പോൾ ആദ്യം വരുന്ന ഏതാണ്? രണ്ടാമത്തേതാണ്. രണ്ടാമത്തെ ഏതാണ്? ആറ്റിങ്ങൽ കലാപം. അത് കഴിഞ്ഞ് വരുന്ന ഏതാണ്? കുളച്ചൽ യുദ്ധം. അത് കഴിഞ്ഞ് വന്ന എന്താണ്? ശ്രീരംഗപട്ടണം സന്ധി. അത് കഴിഞ്ഞ് വരുന്ന ഏതാണ്? കുണ്ടറ വിളംബരം. അപ്പോൾ കാലഗണന ക്രമത്തിലാക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ചേരുംപടി ചേർക്കുക. ഒരു സൈഡിൽ തന്നിട്ടുള്ള ചേരുംപടിയിൽ മറുതര സൈഡിൽ തന്നിട്ടുള്ള ചേരുംപടിയായിട്ട് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ സൈഡിൽ തന്നേക്കുന്നത് ഒന്നാമത്തേത് 1-ാം ലോകമഹായുദ്ധം, രണ്ടാമത്തേത് 2-ാം ലോകയുദ്ധം, 3 ഹിറ്റ്ലർ, 4 ബെനിറ്റോ മുസോളിനി. ബി സൈഡിൽ തന്നേക്കുന്ന 1 കരിങ്കുപ്പായക്കാർ, 2 ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം, 3 തവിട്ടു കുപ്പായക്കാർ, 4 അച്ചുതണ്ട് ശക്തികൾ സഖ്യശക്തികൾ. അപ്പോൾ അതിൻ്റെ അകത്ത് ചേരുംപടി ചേർക്കുമ്പോൾ എങ്ങനെയാണ് ശരിയായിട്ട് വരുന്നത്? ഓരോന്നിനും ഓരോന്ന് ഏതാണ് ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏതാണ് ചേരുന്നത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഒന്നാമത്തെ ഏതാണ്? 1-ാം ലോകമഹായുദ്ധം. അതിന് ചേരുന്ന ഏതാണ്? ത്രികക്ഷി സഖ്യം ത്രികക്ഷി സൗഹാർദ്ദം. രണ്ടാമത്തേത് 2-ാം ലോകമഹായുദ്ധം. അതിന് ചേരുന്ന ഏതാണ്? 4-ാമത്തെയാണ്. ഏതാണ്? അച്ചുതണ്ടു ശക്തികള് സഖ്യശക്തികള്. മൂന്നാമത്തെ ഏതാണ്? ഹിറ്റ്ലർ ആണല്ലേ. ഹിറ്റ്ലറിന് ചേരുന്ന ഏതാണ്? 3-ാമത്തെ തവിട്ടുകുപ്പായക്കാർ. അതിനുശേഷം ബെനിറ്റോ മുസോളിനി. അതിന് ചേരുന്ന ആരാണ്? 1-ാമത്തെ കരിങ്കുപ്പായക്കാർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെയും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വവും നൽകിയവരുമാണ് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ. ഒരു സൈഡിൽ എയും ഒരു സൈഡിൽ ബിയിലുമാണ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടി അതിൻ്റെ കൃത്യമായിട്ടുള്ളത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്? മിറാത്ത് ഉൽ അക്ബർ. മിറാത്ത് ഉൽ അക്ബർ. ബി സൈഡിൽ ഏതായിട്ടാണ്? 4-ാമത്തേത് ഏതാണ്? രാജാറാം മോഹൻ റോയ്. രണ്ടാമത്തെ കേസരി മറാത്ത. കേസരി മറാത്ത അത് ഏതുമായിട്ടാണ് ചേരുന്നത്? 1-ാമത്തെ അല്ലേ, ബാലഗംഗാധര തിലക്. അടുത്ത് കോമൺവീല്. കോമൺവീല് 3-ാമത്തേത് അത് ഏതുമായിട്ടാണ് ചേരുന്നത്? 2-ാമത്തെ അല്ലേ, മിസിസ് ആനി ബസന്റ്. മിസിസ് ആനി ബസന്റ്. 4-ാമത്തേതാണ്? യങ് ഇന്ത്യ. യങ് ഇന്ത്യ 3-ാമത്തെ ഏതാണ്? മഹാത്മാ ഗാന്ധി. അപ്പോൾ ചേരുംപടി ചേർക്കാനുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തതും ചേരുംപടി ചേർക്കാനാണ്. എ സൈഡിൽ തന്നിട്ടുള്ളത് ബി സൈഡിൽ ചേരുന്നതുമായിട്ട് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എ സൈഡിൽ 1-ാമത്തെ ഏതാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. 2-ാമത്തെ ഗദർ പാർട്ടി. 3 ഇന്ത്യൻ നാഷണൽ ആർമി. 4 ഫോർവേഡ് ബ്ലോക്ക്. ബി സൈഡിൽ 1-ാമത്തെ റാഷ് ബിഹാരി ബോസ്, ഭഗത് സിംഗ്, ലാല ഹർദയാൽ, സുഭാഷ് ചന്ദ്രബോസ്.
അപ്പോൾ അങ്ങോട്ട് എ സൈഡിൽ നിന്ന് ചേരുന്ന ബി സൈഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഒന്നാമത്തെ ഏതാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ചേരുന്നതാണ് രണ്ടാം സൈഡിൽ. ബി സൈഡിൽ ഭഗത് സിംഗ് രണ്ടാമത്തെ അല്ലേ. രണ്ടാമത്തെ ഗദർ പാർട്ടി. എ സൈഡിൽ ഗദർ പാർട്ടി. ബി സൈഡിൽ ഏതാണ് ചേരുന്നത്? മൂന്നാമത്തെ ലാലാ ഹർദയാൽ. അടുത്ത് ഇന്ത്യൻ നാഷണൽ ആർമി. എ സൈഡിൽ. ബി സൈഡിൽ ചേരുന്ന ഏതാണ് ചേരുന്നത്? ഒന്നാമത്തെ അല്ലേ, റാഷ് ബിഹാരി ബോസ്. നാലാമത്തേത് ഫോർവേഡ് ബ്ലോക്ക്. ചേരുന്ന ഏതാണ്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഇങ്ങനെയാണ് ചേരുംപടി ചേർക്കുന്നത്. കറക്റ്റ് ആൻസർ ഓരോന്നും ചേരുന്നതനുസരിച്ച് കൃത്യമായിട്ട് ചേർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ് അല്ലേ. ആരാണ്? നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ ആണല്ലേ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് ലൂവ്. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റാണ് എന്ത്? ലൂവ്. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? മാംഗോ ഷവർ. ഏതാണ്? മാംഗോ ഷവർ. അടുത്ത ക്വസ്റ്റ്യൻ. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്ന് അറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്. ആർക്കൊക്കെ അറിയാം? ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനമാണ് സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്. പെരിഹീലിയൻ ദിനം എന്നാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ജനുവരി 3. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? അതിനകത്ത് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് തെറ്റായത്? ഓപ്ഷൻ ഡി ആണല്ലേ. എക്കൽ വിശറികളാൽ സമ്പന്നമാണിവിടം. അടുത്ത ക്വസ്റ്റ്യൻ. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ദേശീയ ജലപാത 3 NW3. ദേശീയ ജലപാത 3 അല്ലെങ്കിൽ NW3. അടുത്ത ക്വസ്റ്റ്യൻ. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? മരണാനന്തര ബഹുമതിയായിട്ട് 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ. MD വാസുദേവൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി
കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം. വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള നയം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? സ്വകാര്യവൽക്കരണമാണ് അല്ലെ? വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കാനുള്ള ഉദ്ദേശമുള്ള നയം ഏതാണ്? സ്വകാര്യവൽക്കരണം. അടുത്ത ക്വസ്റ്റ്യൻ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? എല്ലാവർക്കും അറിയാം അല്ലെ? ഏതാണ്? നീതി ആയോഗ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷനു പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനമാണ് നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നതിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു? ഹോട്ടൽ വ്യവസായം, നിങ്ങൾ എല്ലാവരും ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നവരാണല്ലേ. എന്നാൽ ഹോട്ടൽ വ്യവസായം ഏത് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെടുന്നു എന്ന് ചിന്തിച്ചവർ വളരെ കുറവായിരിക്കും അല്ലെ. ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? 4 മേഖല കൊടുത്തിട്ടുണ്ട്. ഏതാണ്? തൃതീയ മേഖലയാണ് അല്ലെ. ഹോട്ടൽ വ്യവസായം തൃതീയ മേഖല സാമ്പത്തിക മേഖലയിൽ പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. 2, എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. 3, ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. 4, ഒരു ഖാരിഫ് വിളയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് പ്രസ്താവനകളാണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ? ഏതൊക്കെയാണ്? എല്ലാവർക്കും മനസ്സിലായല്ലേ? എല്ലാ പ്രസ്താവനകളും നെൽകൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഓൾ ഓഫ് ദ എബവ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? 1, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. 2, ഭക്ഷ്യോൽപാദന രംഗത്തെ ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. 3, ജലസേന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. 4, 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതിൻ്റെ അകത്ത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? പ്രസ്താവന 1, 2, 3 ശരിയാണ് അല്ലെ. 4ാമത്തേത് തെറ്റാണ്. പ്രസ്താവന 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 86th ഭേദഗതി, 86ാമത്തെ ഭേദഗതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? എല്ലാവർക്കും അറിയാം അല്ലേ. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? മോട്ടിലാൽ നെഹ്റു. മോട്ടിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് 1928 ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? രാഷ്ട്രത്തലവന്റെ പേര്. രാഷ്ട്രത്തലവന്റെ പേരാണ് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം
വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 54. അടുത്ത ക്വസ്റ്റ്യൻ. പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ലോർഡ് റിപ്പൺ. പ്രാദേശിക സ്വയംഭരണങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ലോർഡ് റിപ്പൺ. അടുത്ത ക്വസ്റ്റ്യൻ. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഉത്തരാഖണ്ഡ് അല്ലെ, ഉത്തരാഖണ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? ഇച്ചിരി കുഴപ്പിക്കുന്ന ഒരു ചോദ്യം അല്ലേ. മൂന്നാം മോഡി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? പാർലമെന്ററി കാര്യസമിതി. മൂന്നാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? പാർലമെന്ററി കാര്യ സമിതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.